എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായത്രി. ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമ ഒരു ക്യാമ്പസ് സിനിമയാണ്. ക്യാമ്പസ് സിനിമ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. പൊളിറ്റിക്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പിന്നെ ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, ട്രാവൽ ഉണ്ട്, പാട്ടുണ്ട്, നല്ല പാട്ടുകളുണ്ട്. എല്ലാം കൊണ്ടും നല്ലതാണ്. നിങ്ങൾ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. പിന്നെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അനു എന്നാണ്. അനു ഒരു പാട്ട്, ഡാൻസ്, നാടകം ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. കുറേയൊക്കെ എൻ്റെ സ്വഭാവമുള്ള, എൻ്റെ പോലെ ബിഹേവ് ചെയ്യണ, എൻ്റെ ബോഡി ലാംഗ്വേജുള്ള, എൻ്റെ പോലെ സംസാരിക്കുന്ന കുട്ടിയാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ടോവിനോ ചേട്ടൻ്റെ ക്യാരക്ടർ പോൾ. ടോവിനോ ചേട്ടൻ ശരിക്കും ഭയങ്കര ഒരു സിനിമയായിരിക്കും ടോവിനോ ചേട്ടൻ്റെ. കാരണം അത്രയും നന്നായിട്ട്, അത്രയും നാച്ചുറലായിട്ട് ടോവിനോ ചേട്ടൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കണ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അയ്യോ, അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് തിരിച്ച് ക്യാമ്പസിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പഠിച്ചത് വിമൻസ് ഓൺലി കോളേജിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് അതൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് അതൊക്കെ എനിക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയത്. ഒരു മെക്സിക്കൻ അപാരത എന്നുള്ളൊരു പേര് അത് സിനിമ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ മെക്സിക്കൻ അപാരത ഇസ് കണക്റ്റഡ് ടു ദി സിനിമ. അത് സിനിമയിലുള്ള ഒരു സീക്രട്ടാണ്. നിങ്ങളത് കാണും. ഒരു മെക്സിക്കൻ അപാരതയുടെ ലൊക്കേഷനെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. കാരണം സാധാരണ ക്ലീഷേ ലൊക്കേഷൻസിനെ പോലെ ആയിരുന്നില്ലേ. ഒരു കാരവൻ, AC റൂം, നായകനും നായികയ്ക്കും വേറെ റൂം, അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുക, അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഒരു ഫാമിലി പോലെ, അല്ലെങ്കിൽ ഞങ്ങളൊരു ക്യാമ്പസ് പോലെ തന്നെ വന്നിട്ടാണ് ഞങ്ങൾ ആസ്വദിച്ചത്. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയി കഴിക്കും. അതുപോലെ ഞങ്ങൾക്കൊരു മേക്കപ്പ് റൂം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഈ മഹാരാജാസിൽ. അവിടെയാണ് ഞങ്ങൾ എല്ലാവരും മേക്കപ്പ് ചെയ്യുക. ഉറക്കം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡെസ്കിലും ബെഞ്ചിലും കിടന്ന് ഉറങ്ങും. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള, ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്സുമാണ്, ലൈക്ക് എ ഫാമിലി. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയിൽ എടുത്ത് കാണിക്കും എന്നാണ്. സിനിമയിലെ പാട്ടുകൾ ഫസ്റ്റ് തന്നെ കലിപ്പ്, കട്ടക്കലിപ്പ്, അത് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇറങ്ങിയതാണ് ഏമാന്മാരെ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. പിന്നെന്താ, കഥ പറയുന്ന പാട്ടാണ്. പിന്നെ ഇവളാരോ എന്ന് പറഞ്ഞ പാട്ട്, എൻ്റെയും ടോബി ചേട്ടൻ്റെ ഒരു ലവ് സോങ്. എല്ലാം നന്നായിട്ട് ആൾക്കാരുടെ അടുത്ത് റീച്ച് ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് യൂട്യൂബിൽ. ഇത് തന്നെ സിനിമയ്ക്ക് നിങ്ങൾ നൽകണം.